Islamic Dawah Online Media. സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോവുകയാണ്. ആരും വരാത്ത സമുദ്ര തീരത്തൊരു മനുഷ്യനിരിക്കുകയാണ്. ആ മനുഷ്യന് രണ്ട് കണ്ണുകളില്ല, അവന് രണ്ട് കാലുകളില്ല, അവന് രണ്ട് കൈകളില്ല. രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത, രണ്ട് കൈകളില്ലാത്ത, രണ്ട് കാലുകളില്ലാത്ത ഒരു മനുഷ്യന് സമുദ്രത്തിന്റെ തീരത്തിരുന്നു കൊണ്ട് അയാൾ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെ രണ്ട് ശബ്ദമേ കേൾക്കാനുള്ളൂ. ഒന്ന് കടലിന്റെ തിരമാലയുടെ ആരവമാണ്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ, എന്തിനാണ് നീ അല്ലാഹനെ സ്തുതിക്കുന്നത്? അല്ല നിനക്ക് ദുഃഖമല്ലേ നൽകിയിട്ടുള്ളൂ? നിനക്ക് രണ്ട് കണ്ണില്ലല്ലോ, നിനക്ക് രണ്ട് കാലില്ലല്ലോ, നിനക്ക് രണ്ട് കൈകളുമില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ സ്തുതിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യത്. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാന്റെ പരലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, കൈകൊണ്ട് ചെയ്തതിന് എനിക്ക് വിചാരണയില്ല, കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളില്ല, കാലുകൊണ്ട് നടന്ന ഹറാമുകളില്ല. പരലോകത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഹിസാബ് പറയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വേണ്ട സഹോദരങ്ങളെ, കുഴപ്പമില്ല, അള്ളാഹു നിനക്കൊന്നും നൽകിയിട്ടില്ലയോ? ചെറ്റപ്പുരയിലാണോ നീ കിടന്നുറങ്ങുന്നത്? ഈത്തപ്പന മരത്തിന്റെ തെങ്ങിന്റെ ഓല വിരിച്ചിട്ടാണോ നീ കിടന്നുറങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ പരാധീനതയും തന്നാൽ എന്തിനാണ് നമ്മളിത് പറയുന്നത്? അറിയുമല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലിരുന്ന് പാതിരാത്രിയിൽ നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമാന്റെ രണ്ട് കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും മുലകുടി പ്രായമാണ്. രാത്രിയിൽ റസൂലുള്ള നിസ്കരിക്കുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുമ്പോ തന്റെ പേരമക്കളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ആരോ കെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പഴ മരത്തിന്റെ ഈത്തപ്പഴം പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാക്കിന്റെ മുകളിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കിടക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായി. അവിടെ കിടന്നുകൊണ്ട് ഈത്തപ്പഴം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുകയാ. കലൂര ഏത് വീട്ടിലാണ് ഈ അവസ്ഥയുള്ളത്? റസൂലുള്ളാഹി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിളിച്ചു, മോളെ ഫാത്തിമ, ഇവിടെ വരുമോളെ, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അവര് വിശന്നിട്ട് കരയുകയാണ് നബിയേ. പാതിരാ പത്തും കുത്തിയ നേരത്ത് മുലകുടി പ്രായം കഴിയാത്ത കുട്ടികള് ചാക്കിന്റെ മുകളിൽ കിടന്നിട്ടുകൊണ്ട് വിശന്നുകൊണ്ട് കരഞ്ഞ ചരിത്രം പറയാറുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽവിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കഥയാണ് ഈ പറയുന്നത്. മുലപ്പാല് പോലും കുടിക്കാനില്ലാതെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്ര ഫാത്തിമ, എന്തേ മോളെ അവർക്ക് തിന്നാനൊന്നും കൊടുക്കാത്തത്? നബിയേ, ഈ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല നബിയേ, എന്റെ കുഞ്ഞുമക്കളുടെ വായിൽ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആഡംബരത്തിന്റെയും അത്യുപകാരത്തിന്റെയും മുകളിലോട്ട് നടന്ന് ലോകത്ത് വന്ന എല്ലാം വാരിക്കൂട്ടി കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല. സ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേറിയ പട്ടിക്കുട്ടികളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹത്തോട് 1-ാം തീയതി ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിലൂടെ മദാമ പെണ്ണിന്റെ വേഷത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ തരുണീമണികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. 3 നേരമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് 300 റീചാർജ് ചെയ്താലും അതിരാനിശബ്ദതയുളിരേകാൻ രഹസ്യകാമുകനുമായി ശ്രവണേന്ദ്രിയത്തിലോട് ചേർത്ത് വെക്കുന്ന മൊബൈൽ ഫോണുമായി സല്ലപിക്കുന്ന എന്റെ പെൺമണിക്ക് ഇത് പറഞ്ഞ മനസ്സിലാ